ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, കേരളവാണി ഒരുക്കുന്ന നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. നടുത്തളം എന്നതാവട്ടെ നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. കൂട്ടുകുടുംബ വ്യവസ്ഥിതി നിലനിന്നിരുന്ന പഴയകാല ഓർമ്മകളിലെ പ്രൗഢിമങ്ങാത്ത സുന്ദരമായ സ്വപ്നങ്ങളാണ് നാലുകെട്ട്. ആ നാലുകെട്ടിൽ ഒരു നടുത്തളമുണ്ടായിരുന്നു. അതിൻ്റെ വിവിധ ഭാഗങ്ങളിലായി താമസിച്ചിരുന്ന കുടുംബാംഗങ്ങൾ ഒരു കാരണവരുടെ നേതൃത്വത്തിൽ ആ നടുത്തളങ്ങളിൽ ഒരുമിച്ച് കൂടിയിരുന്ന് ജീവിതത്തിൻ്റെ സന്തോഷങ്ങളും ദുഃഖങ്ങളും പങ്കുവച്ചിരുന്നു. പിന്നീട് ചില നേരങ്ങളിലൊക്കെ കുടുംബാംഗങ്ങളുടെ ചെറിയ ചെറിയ പോരായ്മകളും കുറ്റങ്ങളും സ്നേഹപൂർവം വിചാരണ നടത്തിയിരുന്ന ഇടങ്ങളായിരുന്നു ആ നടുത്തളങ്ങൾ. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, തെറ്റുകൾ തിരുത്തുവാനും ജീവിതത്തിൻ്റെ ബലിയർപ്പണ വേദികളിൽ സ്വയം അപരാധങ്ങൾ ഏറ്റുപറഞ്ഞ് പുതിയ സ്വപ്നങ്ങൾക്ക് ചിറകുമുളപ്പിക്കുവാനുമുള്ള പ്രതീക്ഷയുടെ ഇടങ്ങളായിരുന്നു നമ്മുടെ പൂർവികർക്ക് തീർച്ചയായും നടുത്തളങ്ങൾ. നടുത്തളങ്ങൾ വല്ലാത്തൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്. ജീവിത പ്രാരാബ്ദങ്ങളുടെ ബലിയർപ്പണ വേദികളിൽ തകർന്നു വീഴുന്നവർക്ക് പ്രത്യാശയുടെ, ഉയിർപ്പിൻ്റെ സന്ദേശം അത് പ്രദാനം ചെയ്യുന്നു. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് ഒരു നാളിൽ നമ്മളെല്ലാവരും പ്രതീക്ഷാ നിർഭരമായ ഉത്ഥാനത്തിൻ്റെ പുതിയ പുലരി കാണുമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. അതുകൊണ്ട് തന്നെയായിരിക്കുമല്ലോ ജെറുസലേം ദേവാലയങ്ങളിൽ നടുത്തളത്തിൽ ബലിയർപ്പണങ്ങൾ നടന്നിരുന്നത്. ബലിവേദിക്കും പൂമുഖത്തിനും ഇടയിലുള്ള ഒരിടം. സാധാരണക്കാർക്കും പൂമുഖത്ത് നിന്ന് ബലിയർപ്പണത്തിൽ പങ്കെടുക്കാൻ, ദൈവ സാക്ഷാത്കാരം നേടുവാൻ, ദൈവാനുഭവം ഉണ്ടാകുവാൻ ആ കാലഘട്ടങ്ങളിലും ശ്രദ്ധിച്ചിരുന്നു. ബലിയർപ്പണ മൃഗത്തെ അവിടെയുണ്ടായിരുന്ന ബലിപീഠത്തിൽ വച്ചാണ് പുരോഹിതൻ ബലിയർപ്പിച്ചുകൊണ്ട് അതിൻ്റെ രക്തം പാപമോചനത്തിനായി ചിന്തിയിരുന്നത്. പിന്നീട് എത്രയോ ബലിയർപ്പണങ്ങൾ നടന്നു. പക്ഷേ പ്രപഞ്ചത്തിൽ കുരിശാകുന്ന നടുത്തളത്തിന്മേൽ മണ്ണിനെ തൊടാതെയും വാനിനെ തൊടാതെയും ദൈവഹിതം പൂർത്തീകരിച്ച ബലിയർപ്പണമുണ്ടായി. അതോളം ആത്മീയ ശക്തിയുള്ള, ആത്മീയ സ്വത്വം വെളിവാക്കുന്ന ഒരു ബലിയർപ്പണം നടന്നിട്ടേയില്ല. യോഹന്നാൻ 3:16 കുറിക്കുന്നത്, തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രയധികം സ്നേഹിച്ചുവെന്നാണ്. സഹനങ്ങളുടെയും പീഡാനുഭവങ്ങളുടെയും കാലം കടന്ന് കുരിശാകുന്ന ബലിക്കനിന്മേൽ സ്വയം ചിതറിക്കപ്പെട്ട് ഉത്ഥാനത്തിൻ്റെ പുതിയ പുലരിയിലേക്ക് അവൻ ഉയിർത്തെഴുന്നേൽക്കുമെന്ന ഓർമ്മപ്പെടുത്തലായിരുന്നു അത്. ആ ബലിക്കലിന്മേൽ രക്തം ചിന്തുന്ന മിശിഹായോടൊപ്പം ജീവിതത്തിൻ്റെ എല്ലാ സങ്കടങ്ങളും ഭാരങ്ങളും ഇറക്കി വെച്ച് ക്രിസ്തുവിനോടൊപ്പം നാമും പ്രത്യാശയോടെ ഉയിർത്തെഴുന്നേറ്റേ മതിയാകൂ. സങ്കടങ്ങളുടെ ഭാരം പേറിയ കുരിശും ചുമന്നു നടക്കുന്ന എല്ലാ മനുഷ്യരും ഒരിക്കൽ പുതിയ പുലരിയിലേക്ക് നടന്നെടുക്കും. നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒരു നടുത്തളത്തിൽ ഒരുമിച്ചുകൂടി പ്രതീക്ഷയോടുകൂടി മിശിഹായുടെ 2ാം വരവിന് വേണ്ടി നോക്കിയിരിക്കുന്ന മനോഹരമായ കാഴ്ച. ഒരിടയനും ഒരാടുമെന്ന തൻ്റെ സ്വപ്നത്തിലേക്ക് ദൈവം നമ്മെ എല്ലാം ഒരുമിച്ച് ചേർക്കുന്നതിനായി എവിടെയോ നമുക്ക് വേണ്ടി ഒരു നടുത്തളം വീണ്ടും ഒരുക്കപ്പെടും. നമ്മുടെ കുടുംബങ്ങളിൽ, വ്യക്തി ജീവിതത്തിൽ, വ്യക്തിബന്ധങ്ങളിൽ നടുത്തളത്തിൻ്റെ ആത്മീയത നമ്മെ കൂട്ടിപ്പിടിക്കുന്നുണ്ട്. വഴി തെറ്റാതെ നടുത്തളത്തിൻ്റെ ആത്മീയ സഞ്ചാര പാതകളിലൂടെ നമുക്കും മുന്നോട്ടു പോകാം. നമുക്ക് മുന്നേ കുരിശും പേറി മിശിഹാ തൻ്റെ നടുത്തളത്തിലേക്കുള്ള യാത്രയിലാണ്. സഹനത്തിൻ്റെ ചമ്മട്ടിയുടെ ഭാരങ്ങളാൽ പതിയപ്പെട്ട് പുതിയ പുലരിയിലേക്ക് ഉത്ഥാന പുഷ്പമായി അവൻ വിടരുമ്പോൾ കൂടെ നിങ്ങളും ഞാനുമുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.